പി സി വടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം, ആ ഒരു തന്ത്രമാണോ CPM പയറ്റുന്നത്? വടക്കാക്കി തനിക്കാക്കുക. ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് വൃത്തികെട്ട നയവും സ്വീകരിക്കുന്നവരാണ്, എനിക്കൊരു സംശയമില്ല. വടക്കാക്കി തനിക്കാക്കും, ഇല്ലെ വടക്കാക്കി നശിപ്പിക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷെ സാക്കീർ ഇവിടെ പറഞ്ഞതിൽ വലിയ വ്യത്യാസമുണ്ട്. അവര് വലിയ മാന്യന്മാരാണ് എന്ന് പറയുമ്പം നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട്ടുണ്ടായ സംഭവം അത് നിഷേധിക്കാൻ പറ്റില്ല. ഞാനിവിടെ പറഞ്ഞല്ലോ, വേണ്ടെന്ന്. പൂഞ്ഞാറ്റിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുണ്ടായി, എനിക്ക് 28,000 വോട്ട് ജയിച്ച ഞാൻ എങ്ങനെ തോറ്റു? ഞാൻ ആകെ ചെയ്ത പാപം എന്താണെന്നറിയാമോ നമ്പ്യാരെ? ശബരിമലയിലേക്ക് പിണറായി വിജയൻ പെണ്ണുങ്ങളെ കൊണ്ടുപോയി, ഞാൻ കയറി തടഞ്ഞു. സാധ്യമല്ലെന്ന് പറഞ്ഞു. കാരണം ഈ ശബരിമല പൂഞ്ഞാറെ ബന്ധപ്പെട്ട സ്ഥലമാണ്, മനസ്സിലായില്ലേ? അപ്പോ ഇവിടെ ഈരാറ്റുപേട്ടയിലെ മുസ്ലിം പള്ളികളിൽ മുഴുവൻ 7 മഹലിൽ പ്രസംഗിച്ചു, PCR ഹിന്ദുക്കളുടെ ആളാണ്, നമ്മുടെ ശത്രുവാണ്. ഒന്ന് ആലോചിച്ച്, അങ്ങനെ പിന്നെ മുസ്ലിങ്ങൾ ചിന്തിക്കാവോ? ആ നിലയിൽ പോയി എന്ത് പറ്റി? 27,000 വോട്ടുള്ള മുസ്ലിമിൽ 300 വോട്ടാ, ഞാൻ കണക്കൊക്കെ എടുത്തു, 300 വോട്ടാ എനിക്ക് കിട്ടിയ, ബാക്കി മുഴുവൻ അപ്പുറേ പോയി. ഞാൻ അങ്ങനെ തോറ്റത്. അപ്പൊ സാക്കീർ പറയുന്നത് മുഴുവൻ ശരിയല്ല. കുഞ്ഞാലിക്കുട്ടി സത്യം അറിയാൽ, കുഞ്ഞാലിക്കുട്ടി ചോദിച്ച സക്കീർ, അപ്പൊ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു തരും. ഞാൻ ഇതിന്റെ പേരിലൊന്നും നിങ്ങളുടെ തർക്കത്തിനൊന്നും ഇല്ല, വഴക്കിനും ഇല്ല. നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം, ഞാൻ എന്റെ രാഷ്ട്രീയം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ പി സി? ഇനി ഒരു ടേം കൂടി അധികാരമില്ലാതെ ഇരിക്കാൻ കുഞ്ഞാലിക്കുട്ടിക്ക് സാധിക്കുമോ? കാണുകയല്ല. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി കാണുകയില്ല. ഒരു തവണ കൂടെ അധികാരമില്ലാതെ വന്നാൽ മുസ്ലിം ലീഗ് തീർന്നു പോകും, ഓൾ ഇന്ത്യ ലെവലിൽ തീർന്നു പോകും. ഇവിടെ ഓൾ ഇന്ത്യ ലീഗ് എന്ന് പറഞ്ഞാലും കേരളത്തിലുള്ള ലീഗല്ലേ ഉള്ളൂ, വേറെ എവിടെ ലീഗ്? അപ്പൊ ആ ലീഗിന്റെ കഷ്ടകാലമാവും. അത് ഒരു ഭരണത്തിൽ വരാൻ വേണ്ടി അവർ ഏത് മാർഗവും സ്വീകരിക്കും. വേണ്ടി വന്നാൽ പിണറായി വിജയൻ വീണ്ടും, ഞാൻ പറയും, നിങ്ങൾ മനസ്സിൽ കണക്ക് നോക്കണം നമ്പ്യാരെ. പിണറായി വിജയൻ കാര്യം വളരെ വൃത്തികെട്ട ഭരണമാണ്, എന്ത് വൃത്തികേടും ചെയ്യും. ഈ രാജ്യത്ത് ആരെയും കൊള്ളയടിക്കും, ആരെയും കൊല്ലും. എത്ര എണ്ണത്തിനെ കൊന്നു ഇപ്പൊ? ഇതൊക്കെ ചെയ്താലും അയാളുടെ കൊടുത്ത് നിൽക്കുന്ന ആളുകളുടെ എണ്ണം മനസ്സിലാക്കണം. SNDP എന്ന് പറയുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ ഈഴവ സമുദായമാണ്. ആ സമുദായത്തിൽ 60% ഇപ്പോഴും പിണറായി വിജയനോടൊപ്പമാണ്. ആ 60-ന്റെ കൂട്ടത്തിൽ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൽ ഇപ്പൊ തർക്കം നടക്കുക. പുള്ളിയുടെ കളിയുടെ ഭാഗമായി ഒറ്റ മുസ്ലിങ്ങളെ പിന്തുണ കൊടുത്താൽ അയാൾ വീണ്ടും അധികാരത്തിൽ വരും. അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് തീർന്നു. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന് ഇപ്പൊ ഒരു ആവേശമൊക്കെ വന്നിട്ടുള്ളത്. നന്നായി. പക്ഷേ ഇത് വലിയ അപകടകരമായ നിലയിൽ പോവാണ്. നമ്മൾ മനസ്സിലാണ്, ഇവിടെ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട കക്ഷിയല്ല, ആകെ 11%. പക്ഷേ നായരും അതുപോലെ തന്നെ വലിയ വലിയ സമുദായമല്ല. പക്ഷെ ഇവിടുത്തെ ഈഴവനും നായരും ക്രിസ്ത്യാനിയും ഇവിടുത്തെ SC/ST വിഭാഗങ്ങൾ ഒന്നിച്ചു നിന്നാൽ ഇതെല്ലാം തീരും. പിണറായിയുടെ കച്ചവടം നടക്കില്ല. അത് പിണറായിക്ക് അറിയാം. അതിനുള്ള കളിയാണ് പിണറായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കാതെ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഇവിടുത്തെ മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഒരു പുസ്തകം കാണിച്ചില്ല, ഇതൊന്ന് വായിച്ചേ നമ്പ്യാരെ. മുഹമ്മദ് ഗസയുടെ ഇന്ത്യൻ ആക്രമണങ്ങളായി കാണുന്ന ഈ പുസ്തകം ഒന്ന് വായിക്കണം നമ്പ്യാരെ. ഇത് വായിക്കുന്ന ഏതെങ്കിലും ഹിന്ദു അല്ലെ ക്രിസ്ത്യാനി മുസ്ലിമിനെ സ്നേഹിക്കും? ഇതാണ് പ്രശ്നം. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഹിന്ദു ക്രിസ്ത്യൻ കൊലപാതകങ്ങൾ അതിലെ ചരിത്രം പറഞ്ഞിരിക്കുക. ഞാൻ ഞടുങ്ങിപ്പോയി അത് വായിച്ചപ്പോൾ. അപ്പൊ ഇതൊക്കെ സത്യമാണ്. അപ്പം ഈ ഞാൻ പറയുന്നത്, നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ സാക്കറിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വായിക്കണം. ഇങ്ങനെയും നമ്മുടെ പൂർവികന്മാർ കൊള്ളയും കൊലയും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭാഗം നമ്മൾ സ്വല്പം ക്ഷമയും സ്നേഹവും കാണിക്കണം. നമ്മൾ സഹാനുഭൂതിയോട് പോകണം എന്ന് ചിന്തിക്കാനുള്ള ബാധ്യതയുണ്ട്. മലപ്പുറം ജില്ല എങ്ങനെ ഉണ്ടായി? EM ശങ്കരൻ തമ്പുരാൻ കൊടുത്തല്ലേ മലപ്പുറം ജില്ല? ആ മലപ്പുറം ജില്ലയിലെ 100% മുസ്ലിം അല്ല, അവിടെ 70% മുസ്ലിങ്ങൾ, ബാക്കി 30% ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്, 2% ക്രിസ്ത്യാനിയുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ നമുക്കെല്ലാം നമ്മുടെ ഭരണ സംവിധാനത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ് ഇതൊക്കെ. അത് മനസ്സിലാക്കി പോകാനുള്ള മര്യാദ നമ്മൾ പരസ്പരം കാണിക്കണം. അതല്ലാതെ എല്ലാത്തിനും തട്ടിക്കളയും, എല്ലാം ഞങ്ങൾ കൈയിറക്കി കളയും. ആ സ്വഭാവമൊക്കെ മാറ്റണം. നമുക്ക് പരസ്പരം എങ്ങനെ സഹകരിച്ച് മുന്നോട്ട് പോകാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആലോചിച്ച് നമ്പ്യാരെ, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നു. എത്രയോ ദുഃഖകരമായ സംഭവം. ഗാന്ധിജി എന്ന് പറയുന്ന ഒരു മനുഷ്യയില്ലായിരുന്നു, എത്രയോ കൊലപാതകങ്ങൾ ഇന്ത്യ രാജ്യത്ത് നടക്കുമായിരുന്നു. അയാൾ ഹിന്ദുവാ. ഹേ റാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മരിച്ചത്, വെടികൊണ്ട് മരിച്ചത്. ആ മനുഷ്യൻ ചെയ്ത നല്ല മഹത്തായ കാര്യങ്ങൾ നമ്മൾ ബഹുമാനിക്കണ്ടേ? പക്ഷേ പാകിസ്ഥാൻ എന്ത് ചെയ്തു? പാകിസ്ഥാൻ വിഭജിച്ചപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോയ മുസ്ലിം സഹോദരങ്ങളുടെ ഭൂമി മുഴുവൻ വഖഫ് ബോർഡിന് കൊടുത്തവരായ ഇന്ത്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. നെഹ്റു മുസ്ലിം ആയിരുന്നാ പറഞ്ഞത്, വേറൊരു കാര്യം പോരെ. ഇത് പറയാൻ പറ്റുന്ന കാര്യമല്ല, ഞാനങ്ങ് പറയുക.
അപ്പൊ വഖഫ് ബോർഡ് എങ്ങനെ ഉണ്ടായത്? സാക്കർ അറിയില്ല. അല്ലെ വഖഫ് ബോർഡ് എങ്ങനെ സമ്പന്നമായത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവുടമ ആരാ ഇപ്പോ? റെയിൽവേയാ. രണ്ടാമത് പട്ടാളമാ. മൂന്നാമത് നമ്മുടെ ഈ ഇവരാ നമ്മുടെ ഈ അതാ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇതൊക്കെ എങ്ങനെ പോവും? ഇതൊക്കെ കാര്യങ്ങൾ സാക്കർ ഒന്നുകൂടെ പഠിക്കുക. അപ്പൊ PC പറഞ്ഞത് ശരിയാന്ന് മനസ്സിലാവും. പിന്നെ എന്നെ ചുമ്മാ ചീത്ത പറയും. ഞാൻ അതുപോലെ ചീത്ത പറയും. എന്നോട് ക്ഷമിക്കുക. ക്ഷമിച്ചേക്ക്, സഹോദരനല്ലേ. ഓക്കെ.